അതൊരു സാധാരണ മീറ്റിംഗ് ആയിരുന്നില്ല. ഓപ്പൺ എഐയുടെ ചരിത്രം രണ്ടായി പിളരാൻ പോകുന്ന നിമിഷങ്ങളായിരുന്നു അത്. ഒരു വശത്ത് ലോകം വാഴ്ത്തുന്ന സിഇഒ സാം ആൾട്ട്മാൻ, മറുവശത്ത് അദ്ദേഹം ഏറ്റവും വിശ്വസിച്ചിരുന്ന റിസർച്ച് ഹെഡ് GPT-3 എന്ന അത്ഭുതത്തിൻ്റെ ശില്പികളിലൊരാളായ ഡാരിയോ അമോദി. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഓപ്പൺ എഐ സ്വർഗമായിരുന്നു. ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന GPT-3 പോലുള്ള ടെക്നോളജിക്ക് ജന്മം നൽകിയ ടീം, ശതകോടികളുടെ മൂല്യമുള്ള സ്വപ്നതുല്യമായ ജോലി. പക്ഷെ അകത്ത് ആ സ്വപ്നത്തിന് വിള്ളൽ വീഴുകയായിരുന്നു. മൈക്രോസോഫ്റ്റിൽ നിന്ന് ലഭിച്ച $1 ബില്യൺ, ആ പണം കമ്പനിയെ എങ്ങോട്ട് കൊണ്ടുപോകും? ഇതായിരുന്നു അവർക്ക് മുന്നിലുള്ള ചോദ്യം. നമ്മൾ അതിവേഗം മുന്നോട്ട് പോകണം, ലോകത്തിന് മുന്നിൽ എഐയുടെ ശരിക്കുമുള്ള ശക്തി കാണിച്ചു കൊടുക്കണം. അതായിരുന്നു മാനേജ്മെന്റിന്റെ വാദം. പക്ഷെ ഡാരിയോ അതിന്റെ അപകടം മണത്തു. നമ്മൾ ഉണ്ടാക്കുന്ന ഈ എഐ ശക്തിയെപ്പറ്റി നമുക്ക് തന്നെ പൂർണ്ണമായി അറിയില്ല. അതിന്റെ സെക്യൂരിറ്റി റിസർച്ച് എവിടെ വരെയും എത്തിയിട്ടില്ല. എന്നിട്ടും ലാഭത്തിന് വേണ്ടി മാത്രം അതിനെ തുറന്നുവിടുന്നത് ഒരു ദുരന്തമായിരിക്കും. അതൊരു ചോദ്യമായിരുന്നില്ല, അതൊരു മുന്നറിയിപ്പായിരുന്നു. പക്ഷേ ആ മീറ്റിംഗ് റൂമിലെ ചർച്ചകൾ വാഗ്വാദങ്ങളായി. സൗഹൃദങ്ങൾക്കിടയിൽ മതിലുകൾ ഉയർന്നു. വർഷങ്ങളായി ഒരുമിച്ച് സ്വപ്നം കണ്ടവർ രണ്ടു തട്ടിലായി. അവിടെ ആ നിമിഷത്തിൽ ഡാരിയോയും സംഘവും ഒരു തീരുമാനമെടുത്തു. പണവും പ്രശസ്തിയും നിറഞ്ഞ ലോകം ഭരിക്കാൻ പോകുന്ന സാമ്രാജ്യത്തിൻ്റെ താക്കോൽ വലിച്ചെറിഞ്ഞ് ശൂന്യതയിലേക്ക് ഇറങ്ങി നടക്കാൻ. ഒരൊറ്റ രാത്രി 2021 ഓപ്പൺ എഐയിൽ നിന്ന് ഡാരിയോ അടക്കം 11 പേർ ഒരുമിച്ച് രാജിവെക്കുന്നു. ടെക് ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയ ഒരു നിമിഷം. GPT-3 പോലുള്ള ഇതിഹാസങ്ങൾ ഉണ്ടാക്കിയ ബുദ്ധികേന്ദ്രങ്ങൾ ഓപ്പൺ എഐക്ക് പുറത്തേക്ക്. കാരണം ചില ശരികൾക്ക് $1 ബില്യൺ വിലയുണ്ടെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ ഓപ്പൺ എഐയുടെ തലച്ചോറെന്നറിയപ്പെട്ടിരുന്ന ഒരു പറ്റം ഗവേഷകർ തങ്ങൾ ജന്മം നൽകിയ കമ്പനിയോട് വിട പറഞ്ഞു. ഒരു പുതിയ തുടക്കമായിരുന്നു അത്. ഒരു പക്ഷേ മനുഷ്യരാശിയുടെ യഥാർത്ഥ രക്ഷകനാകാൻ പോകുന്ന ഒന്നിനായിട്ടുള്ള തുടക്കം. ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കണം. എഐയുടെ തലവര മാറ്റിയെഴുതുന്ന പുതിയ കമ്പനി. അതാണ് ആൻഡ്രോപിക് എഐ. നമ്മളെല്ലാം ഇന്ന് ChatGPT ഉപയോഗിക്കുന്നവരാണ്. ഇതിന് പിന്നിലുള്ള കമ്പനിയാണ് ഓപ്പൺ എഐ. ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ബില്യൺ കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഒരു സ്വപ്ന സാമ്രാജ്യമാണത്. ഈ സാമ്രാജ്യത്തെ നയിച്ചവരായിരുന്നു ഡാരിയോ അമോദിയും അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ഡാനിയേലയും. ഡാരിയോ ഓപ്പൺ എഐയുടെ റിസർച്ചിൻ്റെ തലവനായിരുന്നു. GPT-2, GPT-3 പോലുള്ള അത്ഭുതങ്ങളെ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാൾ. ഡാനിയേല സേഫ്റ്റി വിഭാഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഓപ്പൺ എഐയുടെ തലച്ചോറും ഹൃദയവുമായിരുന്നു ഇവർ. പക്ഷെ പുറമേ കാണുന്ന ഈ പളപളപ്പിന് പിന്നിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. ഓപ്പൺ എഐയുടെ പോക്കിൽ ഡാരിയോയും കൂട്ടുകാരും തൃപ്തരായിരുന്നില്ല. ഡാരിയോയ്ക്കും അദ്ദേഹത്തിന്റെ സഹോദരിക്കും മുന്നിൽ ഒരേ ഒരു ചോദ്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ദൈവത്തെയാണോ അതോ ഒരു ചെകുത്താനെയാണോ? എഐയുടെ ശക്തി അതിവേഗം വളരുകയാണ്. പക്ഷെ അതിൻ്റെ സുരക്ഷയുടെ കാര്യം ഓപ്പൺ എഐ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. ഒരു കടിഞ്ഞാണില്ലാത്ത ശക്തിയാണ് എഐക്കുള്ളത്. അത് മനുഷ്യന് തന്നെ ഭീഷണിയാകുമോ? ഈ ചോദ്യം അവരെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. പണവും പ്രശസ്തിയും ഒരു വശത്ത്, മറുവശത്ത് മാനുഷിക മൂല്യങ്ങളും സുരക്ഷിതമായ ഭാവിയുമാണ്. പക്ഷെ അവർ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. അതൊരു വെറും രാജിയായിരുന്നില്ല, ഒരു പുതിയ തുടക്കമായിരുന്നു. ആൻഡ്രോപിക് എന്ന പേരിൽ അവർ സ്വന്തം കമ്പനി തുടങ്ങി. ഗ്രീക്കിൽ മനുഷ്യ കേന്ദ്രീകൃതം എന്ന വാക്കാണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. വെറും ശക്തമായ ഒരു എഐ ഉണ്ടാക്കുക എന്നതല്ല, മറിച്ച് വിശ്വസിക്കാൻ കൊള്ളാവുന്ന സുരക്ഷിതമായ മനുഷ്യന്റെ നല്ലതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന എഐ അത് നിർമ്മിക്കുക. ഇതായിരുന്നു അവരുടെ മുന്നിലുള്ള ലക്ഷ്യം. അങ്ങനെയാണ് ക്ലോഡ് എന്ന അവരുടെ എഐ മോഡൽ ജനിക്കുന്നത്. ChatGPTയുടെ എതിരാളി എന്ന് ലോകം പറയുമ്പോഴും ക്ലോഡ് വ്യത്യസ്തമാകുന്നത് ഇവിടെയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ എഐ എന്നൊരാശയത്തിലാണ് ക്ലോഡിനെ അവർ പഠിപ്പിക്കുന്നത്. അതായത് മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളും ധാർമ്മികതയും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ പരിശീലനം ലഭിച്ച എഐ.
ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇതൊക്കെ നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക എന്നത്. നിങ്ങളൊരു ക്രിയേറ്റീവ് പ്രൊഫഷണലാണോ? ഒരു യൂട്യൂബറോ എഴുത്തുകാരനോ ഡിസൈനറോ ആണോ? അങ്ങനെയെങ്കിൽ AI നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടാളിയാകാൻ പോവുകയാണ്. പക്ഷേ ഏത് AIയെ നിങ്ങൾ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കും? നിങ്ങളുടെ ഡേറ്റ സുരക്ഷിതമാക്കുന്ന, നിങ്ങളുടെ ആശയങ്ങളെ കോപ്പിയടിക്കാത്ത, ധാർമ്മികമായി പ്രവർത്തിക്കുന്ന ഒരു AI വേണ്ടേ? ആൻഡ്രോപിക്കിൻ്റെ കഥ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. ടെക്നോളജി വളരുമ്പോൾ നമ്മുടെ മൂല്യങ്ങൾ കൈവിടരുത് എന്ന മെസ്സേജാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആമസോൺ, ഗൂഗിൾ പോലുള്ള ഭീമന്മാർ ബില്യൺ കണക്കിന് ഡോളറാണ് ആൻഡ്രോപിക്കിൽ നിക്ഷേപിക്കുന്നത്. കാരണം സുരക്ഷിതമായ AI ആണ് ഭാവിയെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ്രോപിക്കിൻ്റെ ഈ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഓപ്പൺ AIയിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയത് ശരിയായോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കുറിക്കുക. AIയുടെ ഭാവി നമ്മൾക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ കാലം AI.